വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക്. പ്രതിഷേധ സൂചകമായി ജൂലൈ 8, 9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി കടകളടച്ച് സമരം നടത്തും. ഇതിനു മുന്നോടിയായി റേഷൻ വ്യാപാരികൾ വിളംബര ജാഥ നടത്തി. സേവനമാണ് തൊഴിലെങ്കിൽ വേതനമായി കാലിച്ചാക്കോ ഈ സമരം സൂചനയാണ് സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ. റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 14,300ഓളം വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സമരരംഗത്തുള്ളത്. KTPDS ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ 5 വരെ നീട്ടിയിരിക്കുന്നതിനാൽ ജൂലൈ 6 റേഷൻ കടകൾക്ക് അവധിയാണ്. ജൂലൈ 8, 9 തീയതികളിൽ സമരം മൂലം കടകൾ അടഞ്ഞുകിടക്കുമ്പോൾ ഞായറാഴ്ചത്തെ പൊതു അവധി കൂടി ചേർത്ത് ചുരുക്കത്തിൽ 4 ദിവസം റേഷൻ കടകൾ അടഞ്ഞുകിടക്കും. രാപ്പകൽ സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനാണ് റേഷൻ ഡീലർമാരുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കബീർ അമ്പാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തന്ന ആ കാര്യം തന്നെ യഥാവിധം കിട്ടാതെ 2 മാസവും 3 മാസവും വൈകിപ്പിച്ചുകൊണ്ട് ഓരോ റേഷൻ വ്യാപാരിയെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പ്രവണത ആദ്യമായി അവസാനിപ്പിക്കണം. ഞങ്ങൾ ഇതിന് മുന്നോടിയായി നേരത്തെ 2018 ഞങ്ങളുടെ സംവിധാനം മാറ്റിമറിച്ച് IPOS സംവിധാനം നിലവിൽ വന്നപ്പോൾ പൂർണ്ണമായി സ്വാഗതം ചെയ്തവരാണ്. IPOS സംവിധാനം ഒരു സംവിധാനം മാറി മറ്റൊരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തന്ന ഓഫർ കേവലം 16,000 രൂപയായിരുന്നു. 16,000 രൂപ വെച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ഞങ്ങളുടെ കറണ്ട് വാടകയും ബിൽഡിംഗ് വാടകയും സെയിൽസ്മാൻ്റെ ശമ്പളം കൂട്ടിച്ചേർത്ത് ലൈസൻസിക്ക് ഒന്നും തന്നെ നൽകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയും. കേരള സംസ്ഥാന റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് U മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ഹരികുമാർ തവനൂർ, CP ഇബ്രാഹിംകുട്ടി, ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.